ആയുധം കാട്ടി പേടിപ്പിക്കലല്ല, ഒളിപ്പിച്ചുവെച്ച് പണി കൊടുക്കലാണ് പുടിൻ സ്റ്റൈൽ. റഡാറുകളെ കണ്ണുകിട്ടും, ശത്രുവിനെ ചാരമാക്കും. വിരലിലെണ്ണാവുന്ന വിവരങ്ങൾ മാത്രം പുറത്തുവിട്ട് ലോകത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന പുടിന്റെ തന്ത്രം. ഇരയ്ക്കു പിന്നാലെ ഓടാതെ തക്കം പാർത്ത് കരുക്കൾ നീക്കി കുതിച്ചു ചാടുന്ന ഒരു സിംഹത്തെപ്പോലെ ശക്തിയുള്ളതും ശത്രുക്കൾക്ക് കുതറിയോടാൻ പഴുത്തിന്നാത്തതുമാകുമെന്ന് ഉറപ്പാണ്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള പൊസൈഡൻ, ആകാശത്ത് അദൃശ്യനായി വന്ന് അക്ഷരാർത്ഥത്തിൽ തീ തുപ്പുന്ന കാമിക്കാസി ചാവേർ ഡ്രോണുകൾ, സമുദ്രത്തിനടിയിൽ മാസങ്ങളോളം ഒളിഞ്ഞിരുന്ന ഭൂഖണ്ഡങ്ങളെ ചാമ്പലാക്കാൻ ശേഷിയുള്ള SLBM, ഇതിനു പുറമെ റഡാറുകളെ കണ്ണുവെട്ടിക്കുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ പറന്ന് ശത്രുവിന്റെ പ്രതിരോധം തകർക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ. ആഗോള യുദ്ധഭൂമിയിൽ ഇന്ന് ഭീതി വിതയ്ക്കുന്നത് പഴയകാല തോക്കുകളല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ കരുത്തിൽ ജനിച്ച മരണദൂതന്മാരാണ്. ഓരോ വൻ ശക്തികളും തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ കാട്ടി ലോകത്തെ ഭയപ്പെടുത്താൻ മത്സരിക്കുകയാണ്. എന്നാൽ ആരു വാഴും ആരു വീഴുമെന്നത് സൈനികബലം മാത്രം നോക്കിയാണോ തീരുമാനിക്കുക? ആയുധയറകളും ആയുധപ്പുരകളും നിറച്ച് കാളപെറ്റ് എന്ന് കേട്ടാൽ കയറെടുക്കാൻ ഓടുന്ന മനസ്ഥിതി കൊണ്ടും ഒരു യുദ്ധം യഥാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയുമോ? അവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യത്യസ്തനാവുന്നത്. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി പ്രദർശിപ്പിച്ച് ഭീഷണി മുഴക്കുമ്പോൾ പുടിൻ തന്റെ ആയുധങ്ങളുടെ വിതരങ്ങൾ അതീവ രഹസ്യമായി വെച്ചുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത്. 15 വർഷത്തോളം ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് റഷ്യ ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങൾ ഓരോന്നായി ആ രാജ്യം തന്നെ പുറത്തുവിടുമ്പോൾ പ്രതിരോധ ആസ്ഥാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ്. തന്റെ നിഗൂഢമായ പുഞ്ചിരിക്ക് പിന്നിൽ റഷ്യ ഒളിപ്പിച്ചുവെക്കുന്നത് ഏറ്റവും നിഗൂഢമായ, ലോകത്തെ വിറപ്പിക്കാൻ പോന്ന അത്യാധുനിക ആയുധങ്ങളാണ്. അതിലൊന്നാണ് ആകാശത്തെ കളി നിയമങ്ങൾ മാറ്റിയെഴുതാൻ റഷ്യ പടച്ചുവിട്ട Su-57 എന്ന യുദ്ധവിമാനം. ഇത് വെറുമൊരു പോർവിമാനമല്ല, മറിച്ച് പിടികിട്ടാത്ത രഹസ്യ മെക്കാനിസമാണ്. അമേരിക്കയുടെ F-35നെ വെറും കളിപ്പാട്ടമാക്കാൻ ശേഷിയുള്ള ഈ റഷ്യൻ കരുത്തിന്റെ പിന്നിലെ ആ 10 രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ലോകം ഇതുവരെ കാണാത്ത ആ നിഗൂഢ യുദ്ധവിമാനത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. റഷ്യയിലെ ഏറ്റവും നിഗൂഢമായ യുദ്ധവിമാനമായി Su-57 കണക്കാക്കപ്പെടുന്നതിന് കൃത്യമായ 10 കാരണങ്ങളുണ്ട്. അതിലൊന്ന് അതിന്റെ അദൃശ്യതാ കവചമാണ് എന്നതാണ് വാസ്തവം. റഷ്യ ഒരിക്കലും Su-57ന്റെ കൃത്യമായ റഡാർ ക്രോസ് സെക്ഷൻ RCS പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. പേറ്റന്റ് ഫയലിംഗുകൾ പ്രകാരം ചതുരശ്ര മീറ്റർ RCS ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ സ്പെസിഫിക്കേഷനുകൾ ഇന്നും അതീവ രഹസ്യമാണ്. അമേരിക്കയുടെ അഭിമാനമായ F-35ന്റെ വിവരങ്ങൾ ലോകത്തിനു മുന്നിൽ പരസ്യമാണെങ്കിൽ റഷ്യ തന്റെ പോരാളിയുടെ കരുത്ത് ഒരു സ്റ്റേറ്റ് സീക്രട്ടായി ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ഇതിലും വലിയ അത്ഭുതം ഇതിന്റെ ആയുധപ്പുരയാണ്. 2025 നവംബറിലെ ദുബായ് എയർ ഷോ വരെ ഈ വിമാനത്തിന്റെ ആന്തരിക ആയുധ ബേകൾ ആരും കണ്ടിരുന്നില്ല. 15 വർഷം ഈ ഡിസൈൻ രഹസ്യമായി വെച്ച പുടിൻ KH-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ വെളിപ്പെടുത്തിയപ്പോഴാണ് ലോകം അതിന്റെ ഭീകരത തിരിച്ചറിഞ്ഞത്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, എത്യോപ്യ, നേപ്പാൾ, പിന്നെ ഉത്തര കൊറിയയും ഇനിയില്ലേ? ഇനിയുമുണ്ട് രഹസ്യങ്ങൾ. ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന മറ്റൊരു ഘടകം ഇതിന്റെ ഉൽപ്പാദന കണക്കുകളാണ്. 2023 അവസാനത്തോടെ വെറും 12 വിമാനങ്ങൾ മാത്രമേ വിതരണം ചെയ്തുള്ളൂ എന്ന് പറയുമ്പോഴും 2024-ൽ ഇത് 20 ആയെന്ന് റഷ്യ അവകാശപ്പെടുന്നു. എന്നാൽ സ്വതന്ത്ര സ്രോതസ്സുകൾ ഈ കണക്കുകളെ സംശയിക്കുന്നു. ഈ വൈരുദ്ധ്യമുള്ള റിപ്പോർട്ടുകൾ തന്നെ റഷ്യയുടെ ഒരു തന്ത്രമാണ്. യുക്രൈൻ യുദ്ധത്തിൽ 2022-ൽ തന്നെ ഈ വിമാനം ഉപയോഗിച്ചു എന്ന് റഷ്യ പറയുമ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണ് ലോകത്തിന് അതിലൊരു സ്ഥിരീകരണം പോലും ലഭിച്ചത്. ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന പുടിൻ യുക്തി, അഥവാ ഒരു തന്ത്രശാലിയായ നേതാവിന്റെ ബുദ്ധി ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നു. ലോകത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ അവ്യക്തത തന്നെയാണ് Su-57ന്റെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും Su-57 ഒരത്ഭുതമാണ്. 3 X-ബാൻഡ് റഡാറുകളും 2 L-ബാൻഡ് റഡാറുകളും സംയോജിപ്പിച്ച അസാധാരണമായ ഡിസൈനാണ് ഇതിനുള്ളത്. അമേരിക്കൻ സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും തിരിച്ചറിയാൻ ഈ റഡാർ കണ്ണിന് സാധിക്കും. 2024-ലെ സുഹായ് എയർ ഷോയിൽ ഈ വിമാനം വാങ്ങാൻ ഒരു നിഗൂഢ ഉപഭോക്താവുണ്ടെന്ന് റഷ്യ വെളിപ്പെടുത്തിയെങ്കിലും ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഏതു രാജ്യത്തിന്റെ പക്കലാണ് പുടിൻ ഈ അദൃശ്യ ആയുധം എത്തിച്ചിരിക്കുന്നത് എന്നത് ഇന്നും സൈനിക ലോകത്തിനൊരു ചോദ്യചിഹ്നമാണ്. ആ നിഗൂഢ ഉപഭോക്താവ് ഇന്ത്യയാകാൻ സാധ്യതയുണ്ടെന്ന ഒരു കിംവദന്തിയും പല പ്രമുഖ രാഷ്ട്രീയ വിദഗ്ധനും പങ്കുവച്ചിട്ടുമുണ്ട്. വിമാനത്തിന്റെ ഏവിയോണിക്സ്, സോഫ്റ്റ്വെയർ, അതുപോലെ AL-51F1 എന്ന പ്രോഡക്റ്റ് 30 എഞ്ചിനും എല്ലാം അതീവ രഹസ്യമായി റഷ്യ കാത്തുസൂക്ഷിക്കുന്നു. ഓരോ ഘടകത്തിലും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ രഹസ്യ സ്വഭാവം പാശ്ചാത്യ രാജ്യങ്ങളെ എല്ലാ കാലത്തും ഭയപ്പെടുത്തുന്നു.
ആഗോള യുദ്ധഭൂമിയിൽ ഇന്ന് ഭീതി വിതയ്ക്കുന്നത് പഴയകാല തോക്കുകളല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ കരുത്തിൽ ജനിച്ച മരണദൂതന്മാരാണ്. വിരലിലെണ്ണാവുന്ന വിവരങ്ങൾ മാത്രം പുറത്തുവിട്ട് ലോകത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന പുടിന്റെ തന്ത്രം, ഇരയ്ക്ക് പിന്നാലെ ഓടാതെ തക്കം പാർത്ത് കരുക്കൽ നീക്കി കുതിച്ചു ചാടുന്ന ഒരു സിംഹത്തെപ്പോലെ ശക്തിയുള്ളതും ശത്രുക്കൾക്ക് കുതറിയോടാൻ പഴുത്തില്ലാത്തതുമാകുമെന്ന് ഉറപ്പാണ്. അദൃശ്യനായി വന്ന് ആക്രമിച്ച് അപ്രത്യക്ഷനാകുന്ന ഈ പോരാളിയെ നേരിടാൻ അമേരിക്കയ്ക്കിനി എത്ര കാലം വേണ്ടിവരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.